ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലാവേന്റെ 2026 ആദ്യത്തെ ഡിവൈസാണ് ലാവ ബ്ലേസ് ഡ്യൂയോ 3. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത ആ പേര് തന്നെ ഉണ്ട്, ഡ്യൂയോ. അതായത് 2 ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസാണ് ലാവ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 2 ഡിസ്പ്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയായിരിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുക. അതായത് നോർമൽ ഡിസ്പ്ലേയും റിയർ പാനലിൽ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, ക്യാമറ ആക്സസ്, അതേപോലെ ക്ലോക്ക്, ചെറിയ വിഡ്ജറ്റ്സ്, അങ്ങനത്തെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഈ ലാവ ബ്ലേസ് ഡ്യൂയോ 3 വരുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ബാക്കിൽ ആ ഒരു എക്സ്ട്രാ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അപ്പോൾ ഡിമെൻസിറ്റി 7060 ചിപ്പാണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 50 മെഗാപിക്സൽ ക്യാമറയും ആമോലെഡ് ഡിസ്പ്ലേ, ഡ്യുവൽ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പവർ പാക്ക് ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്ങും ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ചെയ്യാം, എന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജ്. ലാവ ഡ്യൂയോ 3 എഴുതിയാണ് ക്യാമറ യൂണിറ്റ്. അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നത്. ലാവ 5G എഴുതിയാണ്, ഡ്യുവൽ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിവൈസിലും ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ലാവ വീഡിയോയിൽ. നമുക്ക് ഈ ഒരു ഡിവൈസിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ലാവ വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ സർവീസ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതെങ്ങനെ അവൈൽ ചെയ്യാന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് റിപ്പയർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡറി ഡിസ്പ്ലേ 1.6 ഇഞ്ചസ് ആണ്, പ്രൈമറി ഡിസ്പ്ലേ 6.67 ഇഞ്ചസ് ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, 50 മെഗാപിക്സൽ സോണി സെൻസറാണ്, ഡിമെൻസിറ്റി 7060 ചിപ്പാണ്, LPDDR5 റാമും, UFS 3.1, ക്ലീൻ ആൻഡ്രോയിഡ്, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 5000 mAh ബാറ്ററി, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. അപ്പോൾ എല്ലാം തന്നെ ടോപ്പ് ആൻഡ് ഹാർഡ്വെയർ ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട കൊടുത്തിരിക്കുന്നത്. 16,999 രൂപയാണ് ഇതിന്റെ വില. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് ചെറിയ ബോക്സ് ആണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിം ഇജക്ടർ പിന്നും, അതേപോലെ തന്നെ ഇതിനകത്ത് സിം ഇജക്ടർ പിന്നില്ല. ഇവിടെയാണ് നമുക്ക് കേസ് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ പിന്നെ നമുക്ക് വരുന്നത് ഇത് എങ്ങനെ ഫ്രീ സർവീസ് അറ്റ് ഹോം അവൈൽ ചെയ്യാന്നുള്ള ഒരു ഗൈഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരു USB Type-C ചാർജിങ് കേബിളും ഒരു 33 വോട്ടിൻ്റെ അഡാപ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രാവൽ അഡാപ്റ്റർ 33 വോട്ട്. അപ്പോൾ ഇതുവരെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ലാവ ബ്ലേസ് ഡ്യൂയോ 3ൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുന്നത്. ഇവിടെ നമുക്ക് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ ഗ്ലാസ് ആണ്. കുറച്ചും കൂടെ ക്ലോസർ ഉണ്ട്. ഇതാണ് ആ സെക്കൻഡറി ഡിസ്പ്ലേ. ഞാൻ വിശദമായി പറയാം ഇതിനെക്കുറിച്ചുള്ള. ഇവിടെ നമുക്ക് 50 മെഗാപിക്സൽ ക്യാമറ കാണാം. ഇതൊരു പ്ലാസ്റ്റിക് ഫിനിഷാണ്, ലാവ നീതി കാണാം. ഈ ഒരു സെക്ഷൻ ഗ്ലാസ് ആണ്. പവർ ആൻഡ് വോളിയം കീസ് കാണാം. മോൾ ഭാഗത്ത് IR ബ്ലാസ്റ്റർ, അതേപോലെ നമുക്ക് സ്പീക്കർ യൂണിറ്റ് കാണാം. ഈ സൈഡിൽ ഓപ്പണിങ്സ് ഒന്നുമില്ല. താഴെ നമുക്ക് വീണ്ടും തന്നെ സ്പീക്കറും USB Type-C പോർട്ട് കാണാം. ഇവിടെ ഒരു എന്താ പറയുക, നമുക്ക് സിം കാർഡ് സ്ലോട്ട് കാണാം. അപ്പോൾ 7.55 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഡിവൈസ് ആണ്. ഇതിൽ വളരെ സ്ലിം ആണ്. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും ആണ്. 6.67 ഇഞ്ചസ് ആണെങ്കിൽ പോലും നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഡിവൈസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ യൂസേജ് ഒക്കെ നല്ല ഒരു ഇതാണ്. കാരണം അത് ഈ വീതി ഇല്ലാത്ത ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസിനെ കുറിച്ചുള്ള ഡിസൈൻ ലാംഗ്വേജ് പറയുക. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡിസൈനാണ്. അതേപോലെ പ്രത്യേകിച്ച് ഈ ബാക്ക് പാനലിലെ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് കണ്ടില്ലേ സെക്കൻഡറി ഡിസ്പ്ലേ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബെസൽസ് ആണെങ്കിലും വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നിയത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം പറയാം. 6.67 ഇഞ്ചസ് മാസീവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല മിനിമൽ ബെസൽസ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ലതാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസും ഉണ്ട്. കളേഴ്സ് ഒക്കെ നല്ല റിച്ച് കളേഴ്സ് ആണ് വരുന്നത്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 17,000 റുപ്പീസിന് നല്ലൊരു കളർഫുൾ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് ലാവ ഓഫർ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് റിയർ പാനലിൽ നമുക്ക് കിട്ടുന്ന ഒരു 1.6 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഡിസ്പ്ലേ കാണാം. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം ബേസിക് ഫങ്ഷണാലിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഞാൻ വിശദമായി പറയാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുള്ളും റിച്ച് ടോൺസ് ഒക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഇഷ്യൂസ് ഒന്നുമില്ലാത്ത നല്ല ഒരു ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതിലൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു കോംപ്രമൈസ് ഇല്ലാത്ത ആമോലെഡ് ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതേപോലെ തന്നെ പഞ്ച് ഹോൾ ഫുൾ HD റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്.
ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി ലാവേൻ്റെ കസ്റ്റം UI ആണ്. ഇത് അഗെയിൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, വളരെ ക്ലീൻ ആൻഡ്രോയിഡ് ആണ്. നിങ്ങൾക്ക് കാണാം ഒരു തേർഡ് പാർട്ടി ആപ്സ് പോലും ഇൻസ്റ്റാൾഡ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു തേർഡ് പാർട്ടി ആപ്സും ഇല്ല. ഇൻഫാക്ട് ലാവേൻ്റെ ആപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. ലാവേൻ്റെ കുറച്ച് ടൂൾസ് ഇൻക്ലൂഡഡ് ആണ്, എന്നാൽ നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. എന്നാലും നമ്മൾ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്നൊക്കെ പറയുമ്പോഴും കുറച്ചും കൂടി റിഫൈൻമെൻറ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. ആക്ച്വലി അത്രയ്ക്കൊരു പെർഫെക്റ്റ് UI ഇംപ്ലിമെൻറ്റേഷൻ അല്ല, കാരണം അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാലും ഓവറോൾ നല്ല ഒരു UI എക്സ്പീരിയൻസ്. അത്യാവശ്യം ബേസിക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വാൾപേപ്പർ, തീംസ്, അങ്ങനത്തെയൊക്കെ ബേസിക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മിനി സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് ടച്ച് ഓപ്ഷൻസും ജസ്റ്റേഴ്സും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയർ നല്ലതാണ്. പക്ഷേ ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 16ലേക്കുള്ള ഒരു അപ്ഡേറ്റ് പ്രോമിസ്ഡ് ആണ്. ആ ഒരു അപ്ഡേറ്റ് മാത്രമേ പ്രോമിസ്ഡ് ഉള്ളൂ. 2 years ഓഫ് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചസുമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ആൻഡ്രോയിഡ് 16 കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം കൂടെ തന്നെ നല്ല ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലാവ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഡിമെൻസിറ്റി 7060 ചിപ്പാണ് വരുന്നത്. ഇനി ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ച് ചിപ്പാണ്. മിഡ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു എൻട്രി ടു മിഡ് റേഞ്ചിലുള്ള ചിപ്പാണ്. LPDDR5 റാമോ UFS 3.1 സ്റ്റോറേജുമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വളരെ ചുരുക്കം ബ്രാൻഡ്സ് 3.1 ഒക്കെ ഉള്ളൂ. അപ്പോൾ ലാവ ആ കാര്യത്തിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല സ്റ്റോറേജ് റീറൈറ്റ് സ്പീഡൊക്കെ വളരെ ഫാസ്റ്റ് ആണ്, നല്ല റെസ്പോൺസീവ് UI ആണ്. അതുകൊണ്ട് തന്നെ ലാഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നും തന്നെ പറയില്ല. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പെർഫോമൻസ് വരുന്നത്. ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ അനായാസം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡിമെൻസിറ്റി 7060 ചിപ്പ് അത്യാവശ്യം നല്ല ഒരു പെർഫോമിംഗ് ചിപ്പാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ഇതൊരു ഡെഫിനറ്റ്ലി 5G ചിപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു ഫീച്ചറായിട്ട് പറയാവുന്നതാണ്. അത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് വരാം. 50 MP AI ക്യാമറയാണ് ഇത് വരുന്നത്. സോണീൻ്റെ 752 സെൻസറാണ്, സോണി IMX 752 സെൻസറാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊരു എന്താ പറയുക 8 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ UI നമുക്ക് ബേസിക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിൻ്റെ UI ഒക്കെ തന്നെയാണ് വരുന്നത്. റിയർ ആൻഡ് ഫ്രണ്ട് നമുക്ക് 1080p റെസൊല്യൂഷനാണ് റെക്കോർഡിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതാണ് 50 MP ക്യാമറയിൽ എടുത്ത സാമ്പിൾസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളേഴ്സും റിച്ച് ടൂൺസ് ഒക്കെയാണ്. അത്യാവശ്യം ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ കളർ ആക്യുറസി അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഈവൻ സെൽഫീസ് ആണെങ്കിൽ കുഴപ്പമില്ല. വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റേബിളായ ഫുട്ടേജ് ആണ് വരുന്നത്. അതേപോലെ സെൽഫി വീഡിയോസ് എടുക്കുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. ക്യാമറ സാമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഇനി ബാറ്ററിയിലോട്ട് വരുമ്പോൾ നമുക്ക് 5000 mAh ബാറ്ററി. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 33 watt ഫാസ്റ്റ് ചാർജിങ് ആണ്. അഗെയിൻ ഈ ഒരു സെഗ്മെന്റിൽ കുറച്ചും കൂടെ ഹയർ കപ്പാസിറ്റി ബാറ്ററി കൊടുക്കാമായിരുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ 6000 7000 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 5000ന് പകരം ഒരു 6000 mAh കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. 33 watt ചാർജിങ് കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻറ്റ് ചാർജിങ് സ്പീഡാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബാറ്ററി ലൈഫും കുഴപ്പമില്ലാത്ത രീതിയിൽ വരും. നമുക്ക് ഒരു ദിവസമൊക്കെ എന്താണെങ്കിലും ഈസിലി ലാസ്റ്റ് ചെയ്യും. കാരണം 5000 mAh നമുക്ക് അറിയാമല്ലോ, നമുക്ക് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ റിയർ ഡിസ്പ്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി വളരെ പെട്ടെന്ന് നോക്കാം. ഇതിന്റെ ഡ്യുവോ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്കിവിടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, മിനി സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അതിന്റെ ബാക്ക് ലൈറ്റ് എങ്ങനെ എത്ര വേണം നോക്കാൻ. കണ്ടില്ലേ, ലെവൽ 8 വരെ ഉണ്ട് അതിന്റെ ബാക്ക് ലൈറ്റ്. അതേപോലെ സ്ക്രീൻ ടൈം ഔട്ട് എത്ര സെക്കൻഡ്സ് കഴിഞ്ഞാണ് ആ സ്ക്രീൻ ടൈം ഔട്ട് ആവുന്നത്. പിന്നെ ഡയൽ സെലക്ഷൻ, ഏത് ക്ലോക്കിന് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ക്ലോക്കിന്. അപ്പോൾ നമുക്ക് ഏത് ക്ലോക്ക് ഓപ്ഷനാണ് അവിടെ വേണ്ടതെന്ന് നോക്കാൻ പറ്റും. അതേപോലെ ഡബിൾ ടാപ്പ് ടു വേക്ക് എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറച്ചും കൂടെ ക്ലോസപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ വരും. അപ്പോൾ ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നമുക്ക് റീഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ക്യാമറ എടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ. നമ്മളിപ്പോൾ റിയർ ക്യാമറയാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. നമുക്ക് റിയർ ക്യാമറയിൽ നിന്ന് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ക്യാമറയിൽ നിന്ന് ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മ്യൂസിക് പ്ലേ ബാക്കിനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ക്ലോക്ക് കാണാം, നോട്ടിഫിക്കേഷൻ പാനൽ കാണാം. മുകളിൽ നിന്ന് ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. മ്യൂസിക് പ്ലെയറിൻ്റെ, ക്യാമറയുടെ, നോട്ടിഫിക്കേഷൻ്റെ, ക്ലോക്കും കാണാൻ സാധിക്കും. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ അത് വേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം ബേസിക് ഓപ്ഷൻസ് ആണ് ഈ ഒരു ഡിസ്പ്ലേ ഓഫർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഹൈഫൈ ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല യൂട്ടിലിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയാം. കാരണം നമ്മൾ
ക്യാമറയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൽഫി എടുക്കണമെങ്കിൽ റിയർ ക്യാമറയിൽ സെൽഫി എടുക്കാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്ത് എനിക്ക് തോന്നി. അത് കാരണം 50 മെഗാ പിക്സലിൽ നമുക്ക് സെൽഫി എടുക്കുക എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് റിയർ ഡിസ്പ്ലേന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ലാവ ബ്ലേസ് ഡ്യൂോ 3ന്റെ ഒരു അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷനും. ഇത് 6GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 16,999 രൂപ. 2 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. എനിക്ക് മൂൺലൈറ്റ് ബ്ലാക്കും ഇംപീരിയൽ ഗോൾഡും ആണ്. ഇതാണ് നമ്മുടെ ഉള്ള ഗോൾഡ് കളർ. അതേപോലെ തന്നെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ഇതിനകത്ത് 60 FPS ഗെയിമിംഗ് സപ്പോർട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു പ്രോസസ്സറാണ്. UFS 3.1 ഉണ്ട്, LPDDR5 റാം ഉണ്ട്, ഡീസെന്റ് ക്യാമറ എക്സ്പീരിയൻസ് ആണ്, നല്ല ഒരു ഡിസ്പ്ലേ ആണ്. എന്നാൽ ബാറ്ററി കപ്പാസിറ്റി കുറച്ചും കൂടെ ഇംപ്രൂവ് ആവാമായിരുന്നു എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 16 കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്കൊരു പറയാനുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ലാവ ബ്ലേസ് ഡ്യൂോ 3 നൽകുന്നത്. അപ്പോൾ ഈ ഡിവൈസ് നമുക്ക് ലിങ്ക് ഞാനിടാം ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാനിടാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അതിനൊപ്പം തന്നെ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഗ്രേറ്റ് ഡേ.